കൽക്കി മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവരതിനകത്ത് ശംഭാല എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ശംഭാല, ഗ്യാൻഗഞ്ച്, സിദ്ധാശ്രമം, അങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഹിമാലയത്തിലെ അദൃശ്യ ലോകം എന്നാണ് നമ്മളിതിനെ മറ്റൊരു തരത്തിൽ വിളിക്കുന്നത്. അതായത് ഒരു ഹിഡൻ സിറ്റി. ഹിമാലയത്തിലെ ടിബറ്റിനും കൈലാസ പർവ്വതത്തിനും ഇടയിൽ എവിടെയാണ് ശംഭാല സ്ഥിതി ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. നിരവധി പേര് ശംഭാല അങ്ങനെ ഒരു ഹിഡൻ സിറ്റി ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെ പലരും ഈ പ്രദേശം തിരക്കിപ്പോയിട്ടുണ്ട്. പക്ഷേ തിരക്കിപ്പോയവരൊന്നും തിരികെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. മരണമില്ലാത്ത മനുഷ്യരുടെ നാട്, അതായത് അവിടെ ആർക്കും വയസ്സാകുന്നില്ല, അവരാരും മരിക്കുന്നില്ല. നമ്മുടെ നാട്ടിനേക്കാളും വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉപയോഗിച്ച് അവിടെ കുറേ മനുഷ്യർ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ഹിന്ദു, ജൈന, ബുദ്ധ മതവിശ്വാസങ്ങളിൽ ശംഭാലയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ യോഗിവര്യന്മാർ ശംഭാല എന്നൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു തിയറി എന്താണെന്ന് വെച്ചാൽ 4th ഡയമെൻഷണൽ സ്പേസിലാണ് ശംഭാല ഉള്ളതെന്നാണ് പറയുന്നത്. ഏലിയൻസുമായിട്ട് കണക്ട് ചെയ്തും ശംഭാലയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതായത് ഭൂമിയിൽ ഏലിയൻസ് വസിക്കുന്ന ഒരു സ്ഥലം ആണ് ശംഭാല എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹിറ്റ്ലർ, സ്റ്റാലിൻ, അങ്ങനെ നിരവധി പ്രമുഖ നേതാക്കൾ ശംഭാലയെക്കുറിച്ചും ഹിഡൻ സിറ്റിയെക്കുറിച്ചും തിരക്കാനായിട്ട് ഒരുപാട് പര്യവേഷകരെ കൈലാസത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു സ്ഥലമാണ് ശംഭാല. മറ്റൊരു തലത്തിൽ കണക്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ ആത്മീയതയുടെ മറ്റൊരു തലം, ആത്മീയതയുടെ ഒരു ലോകം, അങ്ങനെയൊക്കെയാണ് ഋഷിവര്യന്മാർ ശംഭാലയെക്കുറിച്ച് പറയുന്നത്. എന്തായാലും ശംഭാല ഒരു നിഗൂഢത തന്നെയാണ്.